പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കൺമണിയുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചതിനെ തുടർന്ന് കൺമണി പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. മാനസികയും കൂട്ടുപിടിച്ച് മുന്നിലേക്ക് വരുന്ന കൺമണി ഇനി എത്രയും പെട്ടെന്ന് തന്നെ മാനസിയുടെയും കൃഷിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങിനുള്ള ദിവസം കുറിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതോടെ സാഗർ അത് ശരിയാണല്ലോ എന്ന് പറയുകയും അതിനുവേണ്ട കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യാം, മാത്രവുമല്ല പറ്റുമെങ്കിൽ മാനസിയുടെയും അതുപോലെ തന്നെ കൺമണിയുടെയും വിവാഹം ഒരേ ദിവസം തന്നെ നടത്തുകയുമാകാമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മാനസ വളരെയധികം സന്തോഷിക്കുകയാണ്. മാത്രവുമല്ല ഈ കാര്യം അറിയുന്ന സുജയും അത് നല്ലൊരു തീരുമാനം തന്നെയാണ്, എന്തിനാണ് ഇനി ഈ കാര്യം വെച്ച് ദീർഘിപ്പിക്കുന്നത്, ഉടൻ തന്നെ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയത് തിരിച്ചടിയായിരിക്കുകയാണ് കൃഷിന്. ഇതോടെ കൃഷ് മഹിയെ ഫോൺ ചെയ്യുകയും ആ കൺമണി കാരണം തൻ്റെ ജീവിതമാണ് തകരാൻ പോകുന്നത് എന്ന് പറയുകയും അവൾ ഇപ്പോൾ എൻ്റെയും മാനസിയുടെയും വിവാഹം ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ് കൺഫേം ആക്കണമെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പോയി പറഞ്ഞിരിക്കുന്നു. അവൾ കാരണം എൻ്റെ ജീവിതം തകരുമെടാ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് കൃഷ്. കണ്ടവളുമാര് കാരണം എൻ്റെ ജീവിതം തകരാൻ ഞാൻ അനുവദിക്കുകയില്ല. അതിന് വേറൊരു കൃഷി ജനിക്കണം. എന്തായാലും ഇതിനൊരു തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അവളുടെ അഹങ്കാരം എനിക്ക് എന്നേക്കുമായി ഒഴിവാക്കണം. അതാണ് എൻ്റെ വാശി എന്ന് കൃഷ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ മെസ്സേജ് വന്നിരിക്കുന്നത്. കൃഷിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സമ്മാനവുമായി അവൾ തിരികെ വരികയാണ്. ഈ വാർത്ത കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്. മാത്രവുമല്ല പഴയകാല കാര്യങ്ങളെ പറ്റി കൃഷ് ആലോചിക്കുകയും ചെയ്യുന്നു. അവൾ തിരികെ എത്തുകയാണ് എങ്കിൽ ഇവിടെ താൻ പടുത്തുയർത്ത തൻ്റെ ഇമേജ് തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ മഹിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോടാ എന്ന് പറയുകയാണ്. ഈ കാര്യം കേൾക്കുന്ന മഹി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ആ മരണം തിരികെ കെട്ടിയെടുക്കുകയാണ് തൻ്റെ ജീവിതത്തിലേക്ക് എന്ന് പറയുന്നു. ഏത് മരണം, ആരാണവൾ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മഹിയോട്, എടാ എൻ്റെ എക്സ് ഗേൾഫ്രണ്ടിലെ അവൾ അവൾ വീണ്ടും ഇപ്പോൾ തിരികെ വരികയാണ്. പക്ഷെ അവളുടെ ഈ വരവ് എന്തോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അവൾ ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതിപ്പോൾ പ്രതികാരം ചെയ്യാനാണോ വരുന്നത് എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണല്ലോ എന്ന് പറയുകയാണ് മഹി. മാത്രവുമല്ല നീ സൂക്ഷിച്ചില്ല എങ്കിൽ നിന്റെ കഥ കഴിഞ്ഞത് തന്നെ എന്നും വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എടാ ഞാൻ അല്ലെങ്കിലേ ടെൻഷനില്ല, ഇനി നീ കൂടുതൽ എന്നെ ടെൻഷൻ ആക്കല്ലേ. എങ്ങനെയാണ് ഞാൻ ഈ കുടുക്കിൽ നിന്ന് തല ഊരുക എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എനിക്ക് ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എന്തായാലും അവൾ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ആയില്ല എങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിനായി കൃഷ് ഉടൻ തന്നെ തൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ ഫോൺ ചെയ്യുകയും ഇവിടേക്ക് തൽക്കാലത്തേക്ക് വരേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അവൾ കാര്യങ്ങളെല്ലാം അവിടെ എത്തിയിട്ട് സംസാരിക്കാം എന്ന്
പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ക്രിഷ് ആകെ പകച്ചു പോവുകയാണ്. മാത്രവുമല്ല, വീട്ടിൽ ഇവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതിരിക്കണം എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിലാണ് മാനസ വീണ്ടും കൃഷിനെ കാണുന്നതിനായി എത്തുന്നത്. നമ്മുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉടൻ തന്നെ നടക്കും എന്നുള്ള കാര്യം പറയുന്ന മാനസ ഇനി ബാക്കി പർച്ചേസും മറ്റു കാര്യങ്ങളും തുടങ്ങാമല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. കൃഷിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ ഞാൻ എടുക്കാം, അതിനുള്ള ദിവസം പറഞ്ഞാൽ മാത്രം മതി എന്ന് അറിയിച്ചതിനെ തുടർന്ന് കൃഷ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ഒന്നും തന്നെ പറയാനില്ല, കുറച്ച് കഴിയട്ടെ. നീ എന്നെ ദേഷ്യപ്പെടുത്താതെ ഇപ്പോൾ മുന്നിൽ നിന്ന് പോവുകയാണ് വേണ്ടത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങളുമായി തിരക്കുണ്ട്. ഇനി നീ കൂടി അതിൻ്റെ ഇടയിലേക്ക് വരികയാണ് എങ്കിൽ എൻ്റെ കൺട്രോൾ മുഴുവൻ പോകുമെന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് പറഞ്ഞ് വിടുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ മാനസ പകച്ചു പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൃഷ് കൺമണിയെ കാണുന്നതിനായി എത്തുന്നത്. കൺമണിയോട് നീ ആവശ്യമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ്, മര്യാദയ്ക്ക് നീ നിന്റെ ജോലി നോക്കി പോയിക്കോണം. നീ നിന്റെ ജീവിതത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ആ വരുണിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ കൂടി കൈയിടാൻ നോക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചതിനെ തുടർന്ന്, സാർ എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കൺമണി. ഇതോടെ കൺമണി, നീ ആവശ്യമില്ലാതെ ഓരോ കാര്യവും ചെയ്ത് എനിക്ക് തലവേദന കൂട്ടുകയാണ്. ഇതിനെല്ലാം തിരിച്ചടി ഞാൻ നിനക്ക് തരുന്നതായിരിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും കൃഷ് ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഇതോടെ കൃഷിന് എന്താണ് പറ്റിയത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കൃഷിന്റെ എക്സ് ഗേൾഫ്രണ്ട് ലാൻഡ് ചെയ്യുന്നത്. ഇതോടെ കൃഷ് ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.